ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഉളുപ്പണിയിലെ ടണലിലേക്കാട്ടോ. വാഗമണിൽ നിന്നും പുള്ളിക്കാനം റൂട്ടിൽ ഏകദേശം 10-15 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ടണലിന്റെ അടുത്ത് എത്താറാകുമ്പോൾ മുതൽ ഒരു 6 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡിൽ പോയി കഴിഞ്ഞാലാണ് ഈ ടണലിന്റെ ഇവിടെ എത്തിച്ചേരാണ്ട് സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടണലിലേക്ക് ജീപ്പ് സഫാരികളും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ വണ്ടി കൊണ്ട് വരുന്നവര് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ടണലിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജീപ്പ് സർവീസ് എടുത്ത് തന്നെ വന്നായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പൊ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം. ഇപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെയും കൂടെ കുറച്ച് ഹെവി ഓഫ് റോഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി കയറൂല, ജീപ്പ് മാത്രമായിട്ട് പോകുള്ളൂ. നമുക്ക് ക്യാമറയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കർവുകളും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ വന്നത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം നടന്നാൽ മാത്രം മതി നമുക്ക് ആ ഒരു ടണലിന്റെ അങ്ങോട്ട് എത്താനായിട്ട് കേട്ടോ. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടേക്ക് അത്യാവശ്യം നിരപ്പുള്ള വഴിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടറുകളും വലിയ വലിയ പാറകളൊക്കെ ഇങ്ങനെ മുടച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ അടി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടം വരെ ഏകദേശം ജീപ്പിനൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡ് വരെ തന്നെ ജീപ്പുകാർ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് ടണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഉളുപ്പണിയിലെ ആ ഒരു ടണൽ കേട്ടോ. അതായത് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ടണലാണ്. ഈ ടണലിന് ഏകദേശം ഒരു 3.9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ടണലായിട്ട് വരുന്നത് കേട്ടോ. ബാക്കി ടണലില്ലാതെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഈ ഒരു ഗുഹയ്ക്ക് മാത്രം 3.9 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പം ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് വെള്ളം ഒന്നും ഇങ്ങോട്ട് ഒഴിച്ച് വരുന്നില്ല കേട്ടോ. നല്ലപോലെ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമൊക്കെ പോണ ടൈമാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കണ്ടീഷന് നമുക്ക് ഇതിൻ്റെ താഴത്തേക്കൊന്നും ഇറങ്ങാനൊന്നും സാധിക്കില്ല. ഇപ്പം വെള്ളം വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ കയറുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇങ്ങനെയുള്ള ഏരിയയാണ്, ഭയങ്കര ഡാർക്കായിട്ട് കിടക്കുന്ന ഏരിയയാണ്. ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഒരുപാട് വരുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയും നമ്മുടെ സേഫ്റ്റിയൊക്കെ ഉറപ്പായിട്ട് വേണം ഇങ്ങനത്തെ ഉള്ള ഏരിയയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങാനൊക്കെ കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുണ്ട്. അപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ചെരുപ്പൊക്കെ കൂടിയാണ്, ഷൂ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ട് ഇറങ്ങുന്നത് നല്ലത്, നമ്മൾ ഷൂ ആയതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡാർക്കായിട്ട് കിടക്കോട്ടോ. അതിൻ്റെ ഉള്ളിൽ വെട്ടോ സൂര്യപ്രകാശം ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ പുറത്ത് ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇവിടെ മാത്രമാണ് അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഷൂ ഇട്ടുകൊണ്ടായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഷൂ അഴിച്ചു വെച്ചിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ പാറകൾ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പില്ലാതെ ഇവിടെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഈ പാറയുടെ ഈ പൂളിലൊക്കെ കൊണ്ട് കാല് മുറിയാനും ഉപ്പിച്ചില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ട് കാല് മുറിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഷൂ ആയതുകൊണ്ട് മാത്രമാണ് അത് അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ ചെരുപ്പിട്ടിട്ട് തന്നെ ഇതിൽ വന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നോക്കി നല്ല അടിപൊളി ഒരു ഫീലാട്ടോ. ഫുള്ള് ഡാർക്ക് ഫീലാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇതിൻ്റെ എൻഡൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് സാധിക്കൂല. ഇതിൻ്റെ അടിയിലൊക്കെ എന്താണെന്നുള്ളതെന്ന് നമുക്ക് പറയാനും പറ്റൂല. ചിലപ്പോൾ പാമ്പും ഒക്കെ കാണും. അങ്ങനത്തെ ഒരുപാട് ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണും. അപ്പം ഇവിടെ വരുന്നവർ ഈ ടണലിൽ കൂടെ ഒരു പരിധി കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് ശ്രമിക്കില്ല. അത്യാവശ്യം ഇവിടെ നിന്ന് ഈ ടണൽ ആസ്വദിച്ചിട്ടൊക്കെ തിരിച്ചു പോകാനൊക്കെ ആയിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ.
എനിക്ക് ഫുള്ള് എന്നെ അടിപൊളിയായിട്ട് ആ ടണൽ ഉണ്ടാക്കിയേക്കുന്നത് നോക്കി. അതിൻ്റെ ഫുള്ള് മേൽഭാഗവും സൈഡും എല്ലാം ആ ഒരു പാറ കട്ട് ചെയ്ത് ഒരേ ലെവലിലാണ് പോയേക്കുന്നത്. 3.9 കിലോമീറ്ററോളം ഇങ്ങനെ തുരന്നാണ് പോയേക്കുന്നത് കേട്ടോ. ആയിരത്തി 1996 വൈദ്യുതി ഉൽപാദനത്തിനായി കുട്ടിയാർ നദിയിലെ വെള്ളം ഇടുക്കി റിസർവയറിലേക്ക് തിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഏകദേശം 3.9 കിലോമീറ്റർ ഇങ്ങനെ പാറയുള്ള ഈ ഒരു തുരന്ന് വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് ഇടുക്കിയിലേക്ക് വിടുന്നു കേട്ടോ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനുമാണ് ഈ ഒരു ടണൽ കേട്ടോ. യോബിന്റെ പുസ്തകം ഈ ഇടയ്ക്ക് ഇറങ്ങിയ ലോകയിലും ഒക്കെ ഈ ഒരു ടണൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും തുരങ്കത്തിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ ഒരു ടണലിന്റെ തൊട്ടപ്പുറയായിട്ടാണ് ഈ ഉളുപ്പുണിയിലെ ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. ഇപ്പൊ പൊതുവെ വെള്ളം നല്ല രീതിയിൽ തന്നെ കുറവാണ്. വെള്ളം നല്ല രീതിയിൽ വരുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടവും പിന്നെ ടണലിൽ കൂടെ നല്ല രീതിയിൽ ശക്തിയിൽ വെള്ളം പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടണലിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടുള്ളത് കേട്ടോ. ഈ ടണലും തൊട്ടപ്പുറത്തെ വെള്ളച്ചാട്ടവും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഉളുപ്പുണി വരുമ്പോൾ ഈ ടണൽ മാത്രമായിട്ടല്ല നമ്മൾ കാണാൻ വരുന്നത്. ഉളുപ്പുണി വരുമ്പോൾ ടണൽ ഒരു സ്പോട്ട് മാത്രമാണ് കേട്ടോ. വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഉളുപ്പുണിയിൽ. അതിനൊന്നാണ് ഉളുപ്പുണിയിലെ ഹില്ലും അവിടുത്തെ ട്രെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോവുകയാണ്. നമുക്കിനി നമ്മുടെ വണ്ടി എടുത്ത് അത്യാവശ്യം ഒരു 6 കിലോമീറ്ററോളം ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉളുപ്പുണിയിൽ ഓൾറെഡി സ്റ്റേ ആയിരുന്നു. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ കാണാം. ബൈ.